ഇന്ന് നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയാലോ? ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പൊറോട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ലെയറൊക്കെ ഉള്ള പൊറോട്ട. നമ്മളിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ലെയറൊക്കെ വിട്ട് വിട്ട് പോന്നുകൊണ്ടേയിരിക്കും. നമുക്കിത് ഇനി ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോഴേക്കും അമ്മ ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജെല്ലാം ചെയ്തു വെച്ചിരുന്നു. മാവ് കുഴച്ച് വെച്ചിരുന്നു. അത് വെറുതെ മൈദ മാവിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി നമ്മുടെ മാവിൻ്റെ മുകളിലേക്ക് വെച്ച് മൂടി വെച്ചേക്കാണ്. കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുന്നത്. 1 മണിക്കൂർ ഇടവിട്ട് 1-2 തവണ ഇങ്ങനെ കുഴച്ച് കൊടുക്കുന്നത് നല്ലതാണ്. മാവ് കുഴച്ചു കഴിഞ്ഞാൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. നമ്മുടെ മാവ് ഇവിടെ 1-2 തവണ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോളായിട്ട് എടുത്തു വയ്ക്കാം. നമ്മുടെ മാവിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഒരു ബോൾ രൂപത്തിലായിട്ട് എടുത്താൽ നമുക്കത് ബോൾ എളുപ്പമായിട്ട് റെഡിയാക്കാൻ പറ്റും. ഈ ഒരു വലുപ്പത്തിലാണ് ബോളാക്കി എടുത്തു വച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ബോൾ രൂപത്തിലാക്കി എടുത്തു വയ്ക്കാം. ഒരു പാത്രത്തിലോട്ട് എണ്ണ തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബോളെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾ എടുത്ത് കൈകൊണ്ട് പരത്തി നമുക്ക് ഒന്ന് വീശിയെടുക്കാം. വീശിയെടുക്കുമ്പോൾ പൊട്ടി വരുന്ന സമയത്ത് അത് ഒന്നുകൂടി നൂൽ പരുവത്തിലാക്കിയിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ പൊറോട്ട നല്ലപോലെ ലെയറായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ ബാക്കിയുള്ള എല്ലാ ബോളും ഇതുപോലെ വീശിയെടുത്ത് നമുക്ക് റോളാക്കി വെക്കാം. നമ്മുടെ റോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. റോളിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് അത് മൂടി വയ്ക്കാം. പൊറോട്ട ചുട്ടെടുക്കാനായിട്ട് നമ്മുടെ റോള് ഓരോന്നെടുത്ത് കൈകൊണ്ട് പരത്തിയെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നെടുത്ത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൂടി ബ്രഷ് ചെയ്ത് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. നാല് അഞ്ച് പൊറോട്ട വെന്ത് വന്നതിന് ശേഷം
ചൂടോടുകൂടി തന്നെ അതിൻ്റെ സൈഡെല്ലാം തട്ടിയെടുക്കണം. ലെയറെല്ലാം തിരിഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടയും പാലും ചേർക്കാതെ തന്നെ നല്ല രുചിയിൽ ചെയ്തെടുത്ത പൊറോട്ടയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.